ഇതുപോലെയുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടു ആ ദിവസങ്ങളിൽ. അതിൽ ഒരാൾ 16 വയസ്സുകാരനായ മുഹമ്മദ് ഹാനി. ഉരുൾപൊട്ടൽ ദിനങ്ങൾ സമ്മാനിച്ചത്, നൽകിയത് ഉറ്റവരെ നഷ്ടപ്പെട്ട തീരാത്ത വേദനയാണ്. നമുക്ക് ഹാനിയെ ഒന്ന് കേൾക്കാം. വിഷ്വൽ സ്റ്റോറി. റോഡിലൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുമ്പോൾ ആ ഒരു സൗണ്ട് ഭയങ്കര ഇറിറ്റേഷനാണ്. ആ സൗണ്ട് പോലെയാണ് ശരിക്കും ഉരുൾ പൊട്ടി വരുന്ന ആ സൗണ്ട് എന്ന് തോന്നിപ്പോവും. ചില ടൈമിന് മഴയൊക്കെ പെയ്യുന്ന ടൈമിന് അങ്ങനെ തോന്നിപ്പോവും. ഒറ്റ രാത്രി കൊണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടമായതാണ്. പിന്നീടുള്ള ഒരു രാത്രിയും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഹാനി. ചെറിയ രീതിക്കല്ല, വലിയ രീതിക്ക് തന്നെ ഉണ്ട്. പക്ഷെ എന്താ പറയാ, അതിലേക്കൊന്നും ആലോചിക്കാൻ കഴിയുന്നില്ല, അതിലേക്ക് ആലോചിക്കുന്നില്ല. ചില സ്വപ്നങ്ങളിൽ ഇങ്ങനെ ഫാമിലീസ് ഇങ്ങനെ വരും. അങ്ങനെ മാതാപിതാക്കളുടെ സഹോദരങ്ങളും കുടുംബവും ഹാനിക്കൊപ്പം തന്നെയുണ്ട്. ഒരു നിമിഷം പോലും തനിച്ചാക്കാതെ ചേർത്തു പിടിച്ച്. ഇപ്പോൾ അവനെ ഒറ്റയ്ക്ക് ഞങ്ങൾ നിർത്തലില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. അവൻ്റെ പോലെ നഷ്ടപ്പെട്ടാണ് ഉമ്മയും വാപ്പി ആങ്ങളാരും മക്കളൊക്കെ പോയി. ഞാനും അവനിപ്പോൾ ഒരേ സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ എത്രയോ ശരിയായി. മറ്റേത് പിന്നെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കരയലും വിഷമിക്കലും തന്നെയായിരുന്നു. ശരിയായി വരുന്നു. മാറാതെ പറ്റൂലല്ലോ, നമുക്ക് ജീവിക്കണ്ടേ. അവനോട് അതാ പറഞ്ഞു, ജീവിച്ച് കാണിക്കണം. കുടുംബശ്രീ വഴി എടുത്ത ലോൺ വലിയൊരു ബാധ്യതയാണ്. 7 പേർ ചേർന്നാണ് ലോൺ എടുത്തത്. കുടുംബശ്രീന്നാണ് ലോൺ എടുത്തിട്ടുള്ളത്, 14 ലക്ഷം. അപ്പോൾ ഒരു മരണപ്പെട്ടു. അപ്പോൾ ഓരോ ലോണ് മാത്രമേ തള്ളിപ്പോവും, ബാക്കി ഇല്ലല്ലോ. മൂത്തമ്മ കൂടിയും ഉണ്ട്. അപ്പോൾ ഇനി ആ ലോണ് മൂത്തമ്മ അടക്കേണ്ടി വരും. പക്ഷെ ആ പൈസ ഒരു വലിയ എമൗണ്ടാണ് എടുത്തിട്ടുള്ളത്. 14-15 ലക്ഷം ഉണ്ട്. ഹനി പറയുന്നത് ഈ വല്ലാതെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ലക്ഷ്യം മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ, ഹനി മുന്നോട്ട് പോകട്ടെ. നല്ല റിസോർട്ടുകളും വയനാടിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട്. അത് പഠിച്ച് വയനാടിനോട് ചേർന്ന് നിന്ന് തന്നെ ഹാനിയും കുടുംബവും മുന്നോട്ട് പോട്ടെ എന്ന് നമുക്കും ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. നമ്മൾ ആ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് ഹാനിയും കുടുംബത്തെയും വീണ്ടും വീണ്ടും മറക്കാതെ ചേർത്ത് പിടിക്കാം. ഹാനി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഹാനിയെ പ്രതീക്ഷിച്ചു, പക്ഷെ ഹാനി വന്നിട്ടില്ല. ഹാനിയുടെ ബന്ധുക്കളെ നമ്മളൊന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിദ്റത്തുൽ മുന്തഹയാണ്, നമ്മൾ നേരത്തെ വന്നു പോയവരാണ്. അവർ ഹാനിയുടെ വരൂ. ആരെങ്കിലും വിളിക്കാനുണ്ടോ? ഇവിടെ ഒരാളുണ്ട്, അവരെ ബന്ധപ്പെട്ട ഒരാളുണ്ട് ഇവിടെ. മണി എന്നാണ് പേര്. മണി എന്ന് അവനെ വിളിക്കും. മണിയുണ്ടോ? മണി, മുണ്ടക്കയിലുള്ള മണി ഉണ്ടോ? മുണ്ടക്കൈയുള്ള മണിയൊന്ന് സ്റ്റേജിലേക്ക് വരണം. പുറത്താണോ? ഒരു കാര്യം, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഈ മോളുടെ അച്ഛനും അമ്മയും പോയല്ലോ. അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണ് ഹാനി. ആ കുടുംബവും പോയി, ഹാനി ഒറ്റയ്ക്കാണ്. ഒരേ കുടുംബമാണ്. ഷഫീഖ് മണി. ഷഫീഖ് കൂടെ ഉണ്ടോ? മുണ്ടക്കൈ സ്വദേശി ഷഫീഖ് മണി സ്റ്റേജിലേക്ക് വരണം. ഷഫീഖ് ഇല്ലെന്ന് തോന്നുന്നു. ഷഫീഖ് വരൂ, വേഗം വരൂ. ഷഫീഖ് മണി സ്റ്റേജിലേക്ക് വരികയാണ്.
പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മളെ അലിഖാൻ്റെ അനിയനാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് മുണ്ടക്കയിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ ഏട്ടൻ, കുടുംബം എല്ലാം മുണ്ടക്കായി മൂപ്പരുടെ കോട്ടേഴ്സിൽ നിന്ന് പോയി ഞങ്ങൾ ചൂരൽമലക്ക് വന്നു. 9 മണി 10 മണി വരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നല്ല മഴയാണ്, എല്ലാവരും പോയി. ഇപ്പോൾ എല്ലാവരും സങ്കടത്തിലാണ്. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇവരെല്ലാവരും നമ്മളെ കൂടെയുണ്ട്. ഇനിയുള്ള നമ്മളുടെ ജീവിതം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സങ്കടം ഞാനും ചേരുന്നു. ഈ മോൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ അദ്ദേഹത്തിന് ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വാർത്താവതാരകൻ ആഷ്മി താജ് ഇബ്രാഹിം നിങ്ങളെ അറിയിക്കും. SKN മുഹമ്മദ് ഹാനി മിടുക്കനാണ്. അവന് മുന്നോട്ടേക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അവന് മുന്നോട്ടേക്കുള്ള പഠിക്കാനുള്ള പഠനത്തിൻ്റെ പഠന ചെലവ് നമ്മൾ ഫ്ലവേഴ്സ് 24 ഏറ്റെടുക്കുകയാണ്. SKN ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ മോൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യാൻ അവന് ഇങ്ങോട്ട് വരാൻ കഴിയാത്തത്. അവന് വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ നമ്മളെ അറിയിച്ചിരിക്കുന്ന അവനിങ്ങനെ ഒരു ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവന് ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ട്. അത്ര വലിയൊരു ദുരന്തമാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അവനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. അവന് എന്താവശ്യമുണ്ടെങ്കിലും ഗോപാലേട്ടനൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അവന് എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അവനൊരു ജോലി കിട്ടുന്നത് വരെ അവനെ ഉയർച്ചയിലേക്ക് നയിക്കാൻ ഞങ്ങളുണ്ടാകും.